നമസ്കാരം. പ്രധാന വാർത്തകൾ. റായ്ബറേലിയിൽ അമ്മയുടെ റെക്കോർഡ് മറികടന്ന് രാഹുൽ ഗാന്ധി. റായ്ബറേലിയിൽ ഒരു പുതുചരിത്രം തന്നെ കുറിച്ചിരിക്കുകയാണ് രാഹുൽ. മണ്ഡലത്തിൽ അമ്മ സോണിയാഗാന്ധിയുടെ റെക്കോർഡ് ഭൂരിപക്ഷം രാഹുൽ ഗാന്ധി മറികടന്നു. 2004 മുതൽ റായ്ബറേലിയിൽ നിന്ന് തുടർച്ചയായി ലോക്സഭയിലെത്തിയ സോണിയാഗാന്ധി 2019 നേടിയ ഭൂരിപക്ഷമാണ് മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. 1,67,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് സോണിയ ജയിച്ചത്. അതാണിപ്പോൾ രാഹുൽ മറികടന്നിരിക്കുന്നത്. 24 വർഷത്തോളം ജോലി ചെയ്ത വീട് കൊള്ളയടിക്കാൻ കൂട്ടുനിന്നു. വീട്ടുടമയെ കൊല ചെയ്ത 3 പേർ പിടിയിൽ. 24 വർഷത്തോളം ജോലിക്ക് നിന്ന വീട് കൊള്ളയടിച്ച് 60-കാരിയും സംഘവും. ആക്രമണത്തിൽ 63-കാരനായ ഡോക്ടർ ദാരുണമായി കൊല്ലപ്പെട്ടു. കഴിഞ്ഞ മാസമാണ് 63-കാരനായ യോഗേഷ് പോൾ എന്ന ഡോക്ടർ മോഷണ ശ്രമത്തിനിടെ അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. ഡോക്ടറുടെ കഴുത്തിലുണ്ടായിരുന്ന മഫ്ലർ ഉപയോഗിച്ചാണ് അക്രമികൾ 63-കാരനെ ശ്വാസം മുട്ടിച്ച് കൊന്നത്. ദില്ലിയിലെ ജാങ്പൂരിലാണ് സംഭവം. നിലത്ത് വീണ 63-കാരന്റെ നെഞ്ചിൽ ലോഹവളയം കൊണ്ട് ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും ശ്വാസം മുട്ടിച്ച് കൊല്ലുകയും ചെയ്തതിന് പിന്നാലെ വീട് കൊള്ളയടിച്ച സംഘത്തെ പോലീസ് പിടികൂടി. ഡോക്ടറുടെ വീട്ടിൽ 24 വർഷമായി ജോലി ചെയ്തിരുന്ന ബസന്തി എന്ന 60-കാരിയുടെ സഹായത്തോടെയാണ് കൊലപാതകവും കൊള്ളയും നടന്നതെന്ന് പോലീസ് കണ്ടെത്തി. 60-കാരിയുടെ 2 സഹായികളും അവരുടെ 5 സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് കൊള്ള നടത്തിയത്. 60-കാരിയും ഇവരെ സഹായിച്ച സഹോദരങ്ങളായ 2 പേരെയുമാണ് പോലീസ് പിടികൂടിയത്. 5 പേർ നേപ്പാളിലേക്ക് രക്ഷപ്പെട്ടതായാണ് സംശയിക്കുന്നത്. പീഡനക്കേസ് തിരിച്ചടിയായി. പ്രജ്വൽ രേവണ്ണ 44,000 വോട്ടിന് തോറ്റു. ലൈംഗിക അതിക്രമ കേസുകളിൽ പ്രതിയായ കർണാടകയിലെ ഹസാനിലെ NDA സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണ തോറ്റു. 44,000 വോട്ടുകൾക്കാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ശ്രേയസ് പട്ടേൽ ഗൌഡയോട് പ്രജ്വൽ തോറ്റത്. ദേവഗൌഡ കുടുംബത്തിന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന ഹസാനിൽ 25 വർഷത്തിന് ശേഷമാണ് JDSന് തിരിച്ചടിയുണ്ടാകുന്നത്. 33-കാരനായ പ്രജ്വൽ കർണാടകയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MP ആയിരുന്നു. അവസാന നിമിഷം കോൺഗ്രസ് സ്ഥാനാർത്ഥി പിന്മാറിയ ഇൻഡോറിൽ നോട്ടയ്ക്ക് റെക്കോർഡ് വോട്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി BJPയിൽ ചേർന്നതിനെ തുടർന്ന് മത്സരിക്കാൻ ആളില്ലാതായ മധ്യപ്രദേശിലെ ഇൻഡോറിൽ താരമായി നോട്ട. BJP സ്ഥാനാർത്ഥി 10 ലക്ഷത്തിലധികം വോട്ട് നേടിയ മണ്ഡലത്തിൽ തൊട്ടുപിറകെ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് നോട്ടയ്ക്കാണ്. 2,02,212. 9 ലക്ഷത്തിനോട് അടുത്ത ലീഡ് ഈ മണ്ഡലത്തിൽ BJPക്കുണ്ടെങ്കിലും ഇത്രയും കൂടുതൽ വോട്ട് നോട്ടയ്ക്ക് ലഭിച്ചതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇൻഡോറിനെ വേറിട്ട് നിർത്തുന്നത്. BJP സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ ശങ്കർ ലാൽവനിയാണ് ഇവിടെ 1ാം സ്ഥാനത്തുള്ളത്. 11 ലക്ഷം വോട്ടാണ് അദ്ദേഹം നേടിയത്. കേരളത്തിൽ താമര വിരിഞ്ഞു. ആദ്യ ജയപ്രഖ്യാപനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന കണക്ക് പ്രകാരം 75,079 ആണ് സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം. 2ാം സ്ഥാനത്ത് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി K മുരളീധരന് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. തൃശൂരിൽ 1 ലക്ഷത്തിലേറെ വോട്ടുകൾ സുരേഷ് ഗോപിയിലൂടെ BJPക്ക് കൂടുതൽ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം 2019 TN പ്രതാപൻ ഉയർത്തിയ 4,15,089 വോട്ടുകളുടെ അടുത്തുപോലും എത്താൻ മുരളീധരന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം.